ജാതകദോഷം നിമിത്തം എല്ലാവരാലും അവഗണിക്കപ്പെട്ട പെൺകുട്ടി യേശുവിനായി ജീവിതം സമർപ്പിച്ച സന്യാസിനിയായി മാറിയ വേറിട്ട ക്രിസ്തീയ അനുഭവമാണ് സിസ്റ്റർ ജിസ് മേരിയുടേത്. അക്രൈസ്തവ സമുദായത്തിൽ ജീവിച്ച് ആചാരങ്ങൾ പിന്തുടർന്ന ഗായത്രി ഇപ്പോൾ അഗതികളുടെ സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റർ ജിസ് മേരിയാണ്. അക്രൈസ്തവ സമുദായത്തിൽ ജീവിച്ച് ആചാരങ്ങൾ പിന്തുടർന്ന ഗായത്രി യേശുവിനെ കണ്ടെത്തിയത് അപ്രതീക്ഷിതമായാണ്. തന്റെ ജാതകദോഷ നിമിത്തം താൻ വസിക്കുന്ന വീട് ദാരിദ്ര്യത്താൽ തകരുമെന്ന കാരണത്താൽ പുറത്താക്കപ്പെട്ടവളായിരുന്നു ഗായത്രി. എനിക്ക് ജാതകദോഷമുണ്ട്. ഞാൻ ഏത് ഭവനത്തിലായിരിക്കുന്നുവോ ഏത് വീട്ടിലായിരിക്കുന്നുവോ അവിടെ ഒക്കെ ദാരിദ്ര്യം കൊണ്ട് മുടിയും എന്നൊരൊറ്റ കാരണം കൊണ്ട് ഞാൻ ജനിച്ചപ്പോൾ തന്നെ ഞങ്ങളെ അപ്പനെയും അമ്മേനെയും എന്നെയും വീട്ടിൽ നിന്ന് പുറത്താക്കി. അതായത് പ്രസവിച്ച് കഴിഞ്ഞ് എൻ്റെ അമ്മയെ വീട്ടിലേക്ക് പോലും കയറ്റിയില്ല. അങ്ങനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലാണ് അന്നൊരു ദിവസം ഞങ്ങൾ എന്തെടുക്കുക. അപ്പൻ്റെ കയ്യിൽ ഒരു 5 രൂപ പോലും എടുക്കാനുണ്ടായിരുന്നില്ല. ആരുടെയൊക്കെയോ സുന്മനസ്സുകൊണ്ട്, സുഹൃത്തുക്കളുടെ നല്ല മനസ്സുകൊണ്ട് ഒരു ദിവസം അപ്പന് അവിടെ ഒരു അഭയം കിട്ടി. എൻ്റെ മനസ്സിൽ ഞാൻ ഒരു ജാതകദോഷമാണ്, എന്നെ ജനിച്ചത് ജാതകദോഷത്തിലാണ്, എനിക്ക് വീട്ടിൽ എന്നെ ആർക്കും ഇഷ്ടമില്ല, എന്നെ ആർക്കും വേണ്ട, ഞാനൊരു ശപിക്കപ്പെട്ടവളാണ് എന്നൊരു ചിന്താഗതി സ്വഭാവേന എന്നിലേക്ക് വളർന്നു വന്നു. അതെനിക്ക് ദേഷ്യത്തിൻ്റെ സ്വഭാവം ഉണർത്തി. ആരെയും എനിക്ക് ഇഷ്ടമില്ല, ആരോടും ഞാൻ മിണ്ടില്ല, ചിരിക്കാൻ അറിയില്ല, കരയാൻ അറിയില്ല, ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ചെന്നിരിക്കും. അവിടെ ഇരുന്നിട്ട് ഞാനും എൻ്റെ ലോകവും അതുപോലത്തെ ഒരു ജീവിതമായിരുന്നു. ഈശോ എന്നോട് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത, ഇല്ലെങ്കിൽ ഇപ്പോഴും എന്നെ സന്യാസത്തിൽ പിടിച്ചു നിർത്തുന്ന ഒരു സ്വരം. ഗായത്രി, എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നോട് സ്നേഹമാണ്. കാരണം എന്നെ ആർക്കും വേണ്ട എന്നൊരു ചിന്താഗതിയായിരുന്നു ഞാൻ ശപിക്കപ്പെട്ടുള്ളത്. പക്ഷേ ജീവിതത്തിൽ എൻ്റെ മുഖത്ത് നോക്കി ഇത്രയൊക്കെ ഞാൻ വേദനിപ്പിച്ചിട്ടും എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു ദൈവത്തെ ഞാൻ അവിടെ കണ്ടെത്തി. ഫാർമസിസ്റ്റായി ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ ജോലി ഉപേക്ഷിച്ചാണ് പിന്നീട് സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന് സിസ്റ്റർ ജിസ് മേരി വെളിപ്പെടുത്തുന്നു. എനിക്ക് സന്യാസത്തിലേക്ക് വരാനായിട്ട് എൻ്റെ ജോലി ഒരു തടസ്സമായിരുന്നല്ലോ. കാരണം ഫാർമസിസ്റ്റായിട്ട് ഒരു 4 വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് തന്നെ ഗവൺമെൻറ് ആശുപത്രിയുടെ അടുത്ത് ഒരു ന്യായവില മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, ഒരു സൊസൈറ്റിയുടെയാണ്. അവിടെ ഞാനൊരു ഇൻചാർജായിരുന്നു അവിടുത്തെ. പിറ്റേ ദിവസം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് ഒരു റെസിഗ്നേഷൻ ലെറ്റർ എഴുതിയിട്ട് ഞാൻ എൻ്റെ സാറിന് ബോസിനെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം സാർ എന്നോട് ചോദിച്ചു, ഗായത്രി നിൽക്കുമെന്ന് എനിക്ക് തോന്നലില്ല. കാരണം അപ്പോൾ എന്നോടൊന്ന് ഗായത്രി ഒരിക്കലും നിൽക്കില്ല, കാരണം ഗായത്രി തിരിച്ചു വരും. ഇനി തിരിച്ചു വന്നാൽ തന്നെ ഗായത്രി വിഷമിക്കേണ്ട, ഇവിടെ തന്നെ ഗായത്രിക്ക് ജോലിക്ക് കയറാം, ഇതേ പോസ്റ്റിൽ വേറെ ആരെയും ഞാൻ എടുക്കില്ല. യേശുവിനോടുള്ള സംഭാഷണമാണ് തന്റെ പ്രാർത്ഥനയെന്നും സിസ്റ്റർ ജിസ് മേരി പറയുന്നു. ബിഷപ്പ് ആലപ്പാട്ട് മിഷൻ ഹോസ്പിറ്റലിൽ അവസാന വർഷ നഴ്സിംഗ് പഠനത്തിലാണ് സിസ്റ്റർ. ഒഴിവു സമയങ്ങളിൽ SD സന്യാസിനി സമൂഹത്തിന്റെ അഗതി മന്ദിരത്തിലെ സഹോദരിമാരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന സിസ്റ്റർ ജിസ് മേരി സന്യാസ ജീവിതത്തിൽ പ്രവേശിച്ചതിനു ശേഷം പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും പാതയിലാണ്. ഗായത്രി ദേവിയിൽ നിന്ന് സിസ്റ്റർ ജിസ് മേരിയിലേക്കുള്ള യാത്ര അത്ര എളുപ്പമല്ലായിരുന്നുവെന്നും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം തനിക്കില്ലെന്നും സിസ്റ്റർ ജിസ് മേരി പറയുന്നു. തൃശൂർ SD സന്യാസി സമൂഹത്തിന്റെ കോൺവെന്റിൽ നിന്നും ക്യാമറമാൻ ജിജു വർഗീസിനൊപ്പം അജീഷ് സാലു, ഷെക്കേന ന്യൂസ്.